الرحمن الرحيم. വിവാഹത്തിന്റെ തുടക്കം മുതൽ, അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ തുടക്കം മുതൽ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10-30 കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതായത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ സംഭവം വിശദീകരിച്ചുകൊണ്ട് അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചതിന് ശേഷം, അതായത് ആദ്യമായിട്ട് റൂമിലേക്ക് കടന്നു വരുന്ന സമയത്തുള്ള ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഈ സൂചിപ്പിക്കുന്നത്. അതായത് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂമിലേക്ക് ആയിഷ ബീവിയെ കൊണ്ടിരുത്തി അവിടേക്ക് പ്രവാചകൻ കടന്നു വരുമ്പോൾ ആ പ്രവാചകന്റെ കൈവശം ഉണ്ടായിരുന്നു ഒരു പാത്രത്തിൽ കുറച്ച് പാലുമായിട്ടാണ് പ്രവാചകൻ കടന്നു വന്നത്. അതായത് അതിന്റെ ഉദ്ദേശം ഭാര്യയുമായിട്ട് മുലാത്വഫ ചെയ്യുക എന്നാണ്. അതായത് വളരെ സ്നേഹ പ്രകടനം നടത്തുന്ന ഒരു രീതി അവിടെ ആദ്യം തന്നെ കാണിച്ചു കൊടുക്കുക. ആ ഉള്ളറിഞ്ഞുള്ള ആ ഒരു മനസ്സിന്റെ അകത്തളത്തിൽ നിന്നും വരുന്ന ആ വലിയ ആ ഒരു സ്നേഹം അവിടെ പ്രകടമായി കൊടുക്കുക. അത് വാസ്തവത്തിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് കൊടുക്കുമ്പോഴാണ് അത് ഉണ്ടാവുക എന്നതും ഈ പ്രവാചക ചര്യ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ പ്രവാചകന്റെ കൈവശം ഒരു പാത്രത്തിൽ കുറച്ച് പാലുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ശരീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതിന്ന് കുടിച്ചു. സുമ്മൻ ആവലഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആയിഷ ബീവിക്ക് നീട്ടിക്കൊടുത്തു. അപ്പൊ ആയിഷ ബീവി ചെറിയ കുട്ടിയാണ് എങ്കിലും 9 വയസ്സാണെങ്കിലും ഒരു 17 വയസ്സിന്റെ പക്വത ഉണ്ടായിരുന്നു എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പുതിവണ്ണാണല്ലോ. അപ്പൊ ഖഫവത്ത് റസഹ, അതിന് തല ഇങ്ങനെ താഴ്ത്തി വസ്തഹിയത്ത് ഇങ്ങനെ ലജ്ജിച്ചു എന്നാണ്. ലജ്ജയോട് കൂടെ ഇങ്ങനെ താഴ്ത്തി. അപ്പൊ കാലത്ത് അസ്മാ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫന്തഹറത്ത്, ഞാനപ്പോ ഒന്നിങ്ങനെ നമ്മള് പറയില്ലേ എന്താ കാണിച്ചെന്ന് ചോദിക്കണമാതിരി അതിനൊന്ന് വിലങ്ങി, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊന്ന് പറഞ്ഞു. വഖുൽതു എന്നിട്ട് പറഞ്ഞു, അസ്മാ ബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഖുദി മിന യമിനത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിരുന്നതിന് മേടിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ കാലത്ത് ആയിഷ ബി പറയാണ്, ഫഅഖദതു ഫശരിബ്തു ഷൈഅൻ, ഞാൻ എന്താക്കി അതിന് മേടിക്കുകയും അത് കുടിക്കുകയും ചെയ്തു. നോക്കൂ, അപ്പൊ ഫസ്റ്റില് ചെയ്യേണ്ടത് നമ്മുടെ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്തെങ്കിലും, അതായത് പാല്, റസൂലുള്ള പാലായതുകൊണ്ട് നമുക്ക് പാല് തന്നെ നല്ലത്, അതിന്റെ ആ ചര്യ സൂക്ഷിക്കുമ്പോൾ. അതല്ലെങ്കിൽ മറ്റു ചോക്ലേറ്റ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ആ മക്കാനിൽ നിൽക്കും. എങ്കിലും അത് കൊടുത്തു, എന്നിട്ട് അതിന് കുറച്ച് കഴിച്ചവർ കൊടുത്തു. ഇതാണ് ഒന്ന് ഫസ്റ്റില്. അപ്പൊ ഒന്ന് ചെയ്യേണ്ടത് ആ മുലാത്തഫ. ആ മുലാത്തഫ എന്തെങ്കിലും കുടിക്കാനോ അല്ലെങ്കിൽ കഴിക്കാനോ ചെറുതായിട്ട് കൊടുത്തുകൊണ്ടുള്ള ആ ഒരു സ്നേഹം അവിടെ പങ്കുവെക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ രീതിയാണ് വളഉൽ യദി അലാ റഅസി സൗജതി വദുആ ലഹ, പ്രത്യേക കൈ മൂർധാവിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്രാർത്ഥനയും നടത്താനുണ്ട്. അത് രണ്ടാമത്തെ ഘട്ടമാണ്. ഒക്കെ ഒരേ സമയം തന്നെ. അതായത് ഫസ്റ്റില് മുലാത്തഫ, രണ്ടാമത്തേത് വളഉൽ യദി അലാ റഅസി സൗജതി, ഭാര്യയുടെ തലയുടെ മേൽ കൈ വെച്ചിട്ട് ഉള്ള പ്രാർത്ഥന. അതിന് ഹദീസ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഇദാ തസവ്വജ അഹദുക്കും ഇംറഅതൻ ഫൽയഖുദ് ബിനാസിയതിഹാ വൽയസ്മില്ലാഹ വൽയഖുൽ എന്നാണ്. അതായത് നാസിയത്തിൽ മൂർധാവിൽ കൈ വെച്ചിട്ട് അള്ളാഹുവിന്റെ പേരിനെ പറയട്ടെ, എന്ന് വെച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. അതിനുശേഷം വൽയഖുലാണ്, പിന്നെ പറയട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിഹാ വഖൈരി മാ ജിബിൽതഹാ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജിബിൽതഹാ അലൈഹി എന്ന് നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. അതാണ് ചൊല്ലേണ്ടത്. അതായത് ഈ എനിക്ക് അനുഗ്രഹമായിട്ട് കിട്ടിയ ഈ ഭാര്യയിലുള്ള ഖൈറിനെ ഞാൻ ചോദിക്കുന്നു, ആ ഖൈറിന്റെ പ്രാകൃതതയും ഞാൻ ചോദിക്കുന്നു, അവരിൽ നിന്നും ആ ഖൈറിന്റെ പ്രാകൃതം ഉണ്ടാവലിനെയും ഞാൻ ചോദിക്കുന്നു എന്നാദ്യം. പിന്നെ അവരിൽ നിന്നുള്ള ഷർറിനെ തൊട്ട് ഞാൻ കാവല് തേടുന്നു, ഷർറായ വല്ല പ്രാകൃതവും അതിനുണ്ടെങ്കിൽ അതിനെ തൊട്ട് ഞാൻ കാവല് തേടുന്നു എന്ന പ്രാർത്ഥനയാണ് കൊടുക്കേണ്ടത്. അപ്പൊ പിന്നെ സ്വഭാവം അതോടെ തന്നെ നന്നായി കിട്ടും, നല്ല മുലാത്തഫ കിട്ടും. ഈ പ്രാർത്ഥന മനസ്സറിഞ്ഞുകൊണ്ട് ഉള്ളറിഞ്ഞുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന അങ്ങ് ചെല്ലുക. ഞാൻ ആ പ്രാർത്ഥന ഒന്നുകൂടി പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിഹാ വഖൈരി മാ ജിബിൽതഹാ അലൈഹി. അതായത് ഈ പെണ്ണിൽ നിന്നുള്ള ഖൈറിനെ ഞാൻ ചോദിക്കുന്നു, അതുപോലെ ഖൈരി മാ ജിബിൽതഹാ അലൈഹി, ആ ഖൈറിന്റെ പ്രാകൃതതയുടെ മേൽ അവൾ ഊട്ടപ്പെട്ട ആ നല്ല സ്വഭാവത്തിനെയും ഞാൻ ചോദിക്കുന്നു. ഇനി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജിബിൽതഹാ അലൈഹി, അവളിൽ നിന്നുള്ള വല്ല മോശവും ഉണ്ടെങ്കിൽ അതിനോട് കാവല് തേടുന്നു, ആ മോശമായ പ്രാകൃതം വല്ലതും ഉണ്ടെങ്കിൽ ആ പ്രാകൃതത്തെ തൊട്ടും ഞാൻ കാവല് തേടുന്നു എന്ന പ്രാർത്ഥന ആദ്യം നടത്തണം.
ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം. അതുപോലെ ഒരുപാട് ഹദീസുകളിൽ ഇബ്നു മാജ, അബൂദാവൂദിലൊക്കെ കാണാനുണ്ട്. അത് 2. മൂന്നാമത്തത് ഒന്നും കൂടി ഒരു വിഷയം കൂടിയുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യൽ സുന്നത്തുള്ള കാര്യമാണ്. ഐ സ്വലാത്തു സൗജനി മഅൻ. ഇത് നമ്മൾ ഇശാ നിസ്കാരം അല്ല പറയുന്നത്, രണ്ടാളും കൂടിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. وعن ابن مسعود رضي الله تعالى عنه وابي ذر وحذيفة رضي الله عنهم ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. എന്താ പറഞ്ഞത്? ഇദാ ദഖല അലൈക അഹ്ലുക ഫസല്ലി റകഅത്തൻ എന്നാണ്. നിന്റെ അടുക്കൽ നിന്റെ ഭാര്യ വന്നു കഴിഞ്ഞാൽ, അഹ്ല് വന്നാൽ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കട്ടെ. ഇതൊക്കെ ആദ്യവും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന വിഷയം തന്നെയാണ്, 2 റക്അത്ത്. അതായത് ബിൻ തഖുമൽ മർഅതു ഖൽഫ റജുലി അലാ ഷഫീഖ് ഖാല ജാഅ റജുലുൻ ഫഖാല جاء رجل فقال تزوجت جارية شابة بكرا وإني أخاف أن تفرقني وقال عبد الله بن مسعود إن الإلف من الله والفرق من الشيطان يريد أن يكره إليكم ما أحل الله لكم فإذا أتتك فأمرها أن تصلي وراءك ركعتين. നോക്കും, അപ്പോ ഭാര്യ വന്നു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ കൂടെ നിന്നുകൊണ്ട് ബാക്കിൽ നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം എന്നുള്ള സുന്നത്തുണ്ട്. ഇതിനുള്ള ലക്ഷ്യം എന്താണ്? ഷഫീഖ് എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം. അവർ പറയുന്നു, ജാ റജുലുൻ, ഒരാൾ വന്നു, ഫഖാലൻ, അയാൾ പറഞ്ഞു, തസവ്വജതു ജാരിയത്തൻ ശാബത്തൻ ബിക്കറൻ, ഒരു യുവതിയെ, യൗവനത്തിന്റെ ആ ഒരു മുർദനിൽ നിൽക്കുന്ന ആ ഒരു നല്ല യുവത്വമുള്ള ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇനി അഖാഫുൻ തുഫരിക്കനി, ഞാൻ ആ പെണ്ണ് എന്നെ വിട്ടുപിരിക്കുമോമല്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയമുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല അബ്ദുല്ലാഹിബിൻ മസൂദ്, അപ്പൊ അബ്ദുല്ലാഹിബിൻ മസൂദ് എന്നവർ പറഞ്ഞു, ഇന്നൽ ഇൽഫ മിനല്ലാഹ്, ആ ഇൽഫ, ആ യോജിപ്പ്, ഐക്യം, സ്നേഹം അള്ളാഹുവിൽ നിന്നാണ്. വൽ ഫർക്ക്, അതായത് വിട്ടുപിരിക്കല് ഉണ്ടാവല്, അതിൽ ഷണ്ട ഉണ്ടാക്കല്, അന്യോന്യം യോജിപ്പില്ലായ്മ ഉണ്ടാക്കല്, അത് മിന ഷൈത്വാനിൽ നിന്നാണ്. അതുകൊണ്ട് യുരീദു അൻ യക്റഹ അലൈക്കും മാ ഹല്ലല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു ഹലാലാക്കിയ ഒന്നിനെ നിങ്ങൾക്ക് വെറുപ്പുണ്ടാവലിന് ഞാൻ എന്താക്കുന്നു, വെറുക്കുന്നു. എന്ന് വെച്ചാല് അള്ളാഹു ഹലാലാക്കി തന്ന റിവാജ് കല്യാണം, ആ കല്യാണത്തിലൂടെ പിന്നെ ഒരു വെറുക്കപ്പെടുന്ന കാര്യം ഉണ്ടാവില്ല, ഞാനും വെറുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആള് പറഞ്ഞു. അപ്പൊ ഇതാ അത്തത്തിക്ക, ഇങ്ങനെ ഒരാള് ഒരു അവള് നിന്റെ അടുക്കൽ വന്നാൽ, അതായത് ഭാര്യ നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ഉമുർഹ, അവളോട് നീ കൽപ്പിക്കണം, ദുസ്സല്യ വറാക റകഅത്തൈൻ, നിന്റെ ബാക്കിൽ നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം എന്ന്. നോക്കൂ, അപ്പൊ ഈ 2 റക്അത്ത് നിസ്കരിക്കണോണ്ട് പിന്നെ ഭാവിയിൽ ഒരു ഫിർഖത്ത്, ഒരു അഭിപ്രായ ഭിന്നത, ഒരു ഷണ്ട, ഒരു വിയോജിപ്പ് ഉണ്ടാവലിനെ തൊട്ട് കാക്കാൻ ഇത് ഉപകരിക്കുന്നതാണ്. നോക്കൂ, അപ്പൊ ഇതാണ് അതിന്റെ 3ാമത്തെ ഘട്ടം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് കടപ്പറയിലേക്ക് വന്നു, ഇതെല്ലാം കഴിഞ്ഞു, പിന്നെ നമ്മൾ കിടക്കുന്നു. ആ കിടക്കുന്ന സമയത്ത് പിന്നെ ഭാര്യയുമായിട്ടുള്ള ബന്ധപ്പെടുന്ന സമയത്തുള്ള പ്രാർത്ഥനയാണ് നമ്മൾ എല്ലാവർക്കും കേട്ടറിയുന്നതാണ്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വ ജന്നിബി ശൈത്താന മാ റസഖ്തന. അള്ളാഹിന്റെ പേര് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ജന്നിബിന് ശൈത്താന, ശൈത്താന്റെ ശല്യത്തെ ഞങ്ങൾ ദൂരീകരിക്കണമേ, വ ജന്നിബി ശൈത്താന മാ റസഖ്തന, ഞങ്ങൾക്ക് നീ തരുന്ന ഒന്നിലും ശൈത്താനെ തൊട്ടുള്ള ശർറിനെ ഞങ്ങളെ കാക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈദാ ഖല്ലല്ലാഹു ബൈനഹുമാ വലദൻ, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഒരു കുട്ടിയെ അള്ളാഹു നമുക്ക് വിധിക്കുന്നെങ്കിൽ ലം യദുറഹു ശൈത്താൻ അബദ, ഒരു കാരണവശാലും ആ കുട്ടിയെ പിന്നെ ശൈത്താൻ തൊടുകയില്ല. നോക്കൂ, അപ്പൊ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട്. അതിന്റെ കൂടെ കിതാബിൽ കാണാൻ സാധിക്കുന്നുണ്ട്, അങ്ങനെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നു, അപ്പോഴാണ് ഇന്ദ്രിയത്തിന്റെ ആ സ്ഖലനാവസ്ഥ വരുന്നത് എങ്കിൽ അപ്പോൾ ആ സമയത്ത് ആണും പെണ്ണും അവരുടെ മനസ്സിൽ ഒരു ദിക്ർ കൊണ്ടുവരണം, അള്ളാ എന്നുള്ള ദിക്ർ കൊണ്ടുവരണം എന്നും കൂടി അതിന്റെ വിശദീകരണത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം അതിന്റെ ആ പ്രാഥമിക ഘട്ടങ്ങളിൽ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ആ സഹോദരന് ഇത് ഉപകരിക്കുമാറാവട്ടെ. അതുപോലെ ഇത് കേൾക്കുന്ന നമ്മുടെ എല്ലാ അവിവാഹിതരായ സുഹൃത്തുക്കൾക്കും ഇത് ഉപകരിക്കുമാറാവട്ടെ. വിവാഹം കഴിച്ചവരാണെങ്കിൽ ഇതിൽ 2, 3 നമുക്ക് ചെയ്യാനും പറ്റുമല്ലോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറഞ്ഞതിന് കേട്ടിന് ഖൈറായ ഒരു സാലിഹായ അമലാക്കി തീർക്കുമാറാവട്ടെ. നന്മയെ പറയാനും അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ ഈ സുഹൃത്ത് തന്നെ ഒരു സുന്നത്ത് നിസ്കാരത്തിന് ശേഷം സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ചും ഒരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫർദ് നിസ്കാരത്തിന്റെ അതേ ഘടന തന്നെയാണ്. ഫർദ് നിസ്കാരം പേര് സുന്നത്താണെങ്കിലും അതിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഫർദിൽ കൊണ്ടുവന്ന ഫർദുകൾ ഫർദായിട്ടും സുന്നത്തുകൾ സുന്നത്തായിട്ടുമാണ് വരുന്നത്. അപ്പൊ അത്തഹിയാത്ത് നമുക്ക് ഫർദാണ്, അവസാനത്തെ അത്തഹിയാത്ത് ഒക്കെ ആദ്യത്തെ തഹിയാത്ത് അത് അബാദ് സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പൊ അവസാനത്തെ അത്തഹിയാത്ത്, അതിനുശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത് നമ്മൾക്ക് ഫർദാണ്, 11ാമത്തെ ഫർദാണ് നിസ്കാരത്തിന്റെ.
പിന്നെ അതിന്റെ ശേഷമുള്ള സുന്നത്താണ് ആലിന്റെ മേലും സ്വലാത്ത് ചെല്ലണം. അപ്പൊ വഅല ആലിഹി എന്ന് പറഞ്ഞാലും മതി. പക്ഷെ എന്നാലും നമ്മുടെ കിതാബിൽ വയുസന്നു എന്നിട്ടിട്ട് വളരെ മുഅക്കദായ സുന്നത്തായിട്ട് പറഞ്ഞത് ആ സ്വലാത്ത് ഇബ്രാഹിമയാണ്. ഇബ്രാഹിമ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം വയുസന്നു സുന്നത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏത് സുന്നത്തുണ്ട്? പിന്നെ ദുആ കൊണ്ടുവരല്. ദുആ കൊണ്ടുവരല് നമ്മുടെ മേല് പിന്നെ സുന്നത്തുണ്ട്. അപ്പൊ ആ സുന്നത്തായ ദുആ അതേതാണ്? നമ്മൾ സാധാരണ ദുആ ചെയ്യുന്ന അല്ലാഹു ഗഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു എന്ന ദുആയും അത് മസീഹ് ദജ്ജാൽ വരെ അത് സുന്നത്താണ്. അത് വാരിദായതാണ്. അത് ഹദീസിൽ വന്നതാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കൽ നമ്മുടെ മേൽ സുന്നത്താണ്. അപ്പൊ ആ സുന്നത്ത് അതേപടി എവിടെയും സുന്നത്ത് നിസ്കാരത്തിന് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പരിപൂർണത കിട്ടുന്നത് ഇത് മുഴുവനും കൊണ്ടുവരുമ്പോഴാണ്. അപ്പൊ സുന്നത്തിലായിട്ട് അതിനെ മാറ്റി വെക്കേണ്ടതില്ല, അത് കൊണ്ടുവരണം എന്നത് തന്നെയാണ്. ആ സുന്നത്തും കൂടി പരിഗണിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. വിഷയം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.